ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആൻജിയോസ്പേം മോർഫോളജി ആൻഡ് സിസ്റ്റമാറ്റിക്സിൻ്റെ 2021 അതുപോലെ തന്നെ 2022 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ സർപ്രൈസ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറേ ക്വസ്റ്റ്യൻസ് മെജോറിറ്റി ക്വസ്റ്റ്യൻ എന്താണ് 2021 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ സെയിം ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ആദ്യത്തേത് നോക്കാം. ഡിഫൈൻ എപ്പിഗൈനസ് ഫ്ലവർ, കീമോ ടാക്സോണമി, സയാത്തിയം ഇൻഫ്ലോറസൻസ്, മോണോഗ്രാഫ്, ഡിഫറൻഷിയേറ്റ് ഹോളോടൈപ്പ് ആൻഡ് ഐസോടൈപ്പ്, പെക്യുലാരിറ്റീസ് ഓഫ് ടിപ്പിക്കൽ ലാമിയേസിയ. ഇത് 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ്. What is artificial system of classification? Give an account on author citation. What is retinaculum? Name the family in which it is seen. Comment on distinguishing characters of Annonaceae. Mention the role of botanical garden in taxonomic studies. Give a brief account on importance of systematics. ഇത്രയാണ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് 2022 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ ആണ്. എപ്പിഗൈനസ് ഫ്ലവർ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ. കീമോ ടാക്സോണമി, ക്വസ്റ്റ്യൻ്റെ നമ്പർ പോലും മാറ്റിയിട്ടില്ല. സയാത്തിയം ഇൻഫ്ലോറസൻസ്, മോണോഗ്രാഫ്സ്, ഹോളോടൈപ്പ് ആൻഡ് ഐസോടൈപ്പ്, പെക്യുലാരിറ്റീസ് ഓഫ് ലാമിയേസിയെ. ഒരു ചെറിയൊരു വ്യത്യാസം ഇവിടെ വന്നു. ഇതാ 7ാമത്തെ ക്വസ്റ്റ്യൻ മാത്രം വ്യത്യാസമുണ്ട്. എന്താണ്? വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ഓഫ് സ്റ്റെം ഓഫ് കുക്കുർബിറ്റേസിയെ. അത് വ്യത്യസ്തമാണ്. പിന്നെ സൈറ്റോ ടാക്സോണമി, അതും 7ാമത്തത് മുതൽ 12 വരെ പുതിയ ക്വസ്റ്റ്യൻസ് ആണ്. സൈറ്റോ ടാക്സോണമി, എക്സ്പ്ലനേഷൻ ഓഫ് അഡ്നേഷൻസ് ഇൻ സൊളനേസിയെ, എക്സ്പ്ലെയിൻ കൊറോള ഇൻ ലാമിയേസിയെ, വാട്ട് ഈസ് MBGIPS, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ടാക്സോണമിക് ഹൈറാർക്കി. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 6 വരെ ഒരേ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്കിനി വീണ്ടും 2021 ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ നോക്കി. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ ഏത് വരെ സെയിം? 6ാമത്തെ ക്വസ്റ്റ്യൻ വരെ സെയിം ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് നോക്കാം. നമുക്ക് സെക്ഷൻ ബിയിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ആദ്യത്തേന്ന് പറയുന്നത് എന്താണ്? ഗിവ് ആൻ അക്കൗണ്ട് ഓൺ ബ്രാഞ്ചിങ് ഇൻ സൊളനേസിയെ, ഫ്ലവർ ആസ് മോഡിഫൈഡ് ഷൂട്ട്. അങ്ങനത്തെ 2 ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. പിന്നെ APJ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, കോൺട്രിബ്യൂഷൻ ഓഫ് എമിനന്റ് ടാക്സോണമിസ്റ്റ് EK ജാനകി അമ്മാൾ, comprehensive account on dry dehiscent fruit with example, advanced characters of Poaceae, morphology of tendril in Cucur. ഓക്കെ, അത്ര ക്വസ്റ്റ്യൻസ് ആണ് ബി പാർട്ടിൽ ചോദിച്ചിട്ടുള്ളത് 2021. ഇനി 2022 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. സെയിം ബ്രാഞ്ചിങ് സൊളനേസിയെ, ഫ്ലവർ ആസ് മോഡിഫൈഡ് ഷൂട്ട്, APJ സിസ്റ്റം, ജാനകി അമ്മാളിൻ്റെ ക്വസ്റ്റ്യൻ അതുവരെ സെയിം ആണ്. ബാക്കി പൊയേസിയൻ്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പൊയേസിയൻ്റെ അഡ്വാൻസ് ക്യാരക്ടേഴ്സ് ആണ്. എന്നാൽ ഇവിടെ വന്നപ്പോൾ അത് ഫ്ലോറൽ ക്യാരക്ടേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഹെൻറിക് വാൻഡ്രീഡിൻ്റെ കോൺട്രിബ്യൂഷൻ, ICNൻ്റെ പ്രിൻസിപ്പിൾ. ഇപ്പം ഓക്കെ, ഇപ്പം ഫസ്റ്റത്തെ 4 ക്വസ്റ്റ്യൻ എന്താണ്? 2021 സെയിം ക്വസ്റ്റ്യൻ ആണ്. ബാക്കി 3 ക്വസ്റ്റ്യൻ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സി പാർട്ട് നോക്കാം. സി പാർട്ട് 2021 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഓർക്കിഡേസിയം, അതുപോലെ അതിൻ്റെ ഇൻഡിജിനിയസ് മെത്തേഡ് ഓഫ് പോളിനേഷൻ ആർ എംപ്ലോയ്ഡ് ഇൻ ഓർക്കിഡ് ഫ്ലവേഴ്സ്, ഡിസ്കസ് ആണ് ക്വസ്റ്റ്യൻ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഹെർബേറിയം എന്താണ്? ഹെർബേറിയം ടെക്നിക്കിൻ്റെ സിഗ്നിഫിക്കൻസ്, ഹെർബേറിയം ടെക്നിക്കും അതിൻ്റെ സിഗ്നിഫിക്കൻസും, അതുപോലെ തന്നെ 2 മേജർ ഹെർബേറിയ, ഇന്ത്യയിലുള്ള 2 മേജർ ഹെർബേറിയ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് 2022 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട്
ഫാബേസിയ ഫാമിലി സബ് ഫാമിലീനെ കമ്പയർ ചെയ്യുക, അതിൻ്റെ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ കുറിച്ചിട്ട് എഴുതുക, ഓരോ സബ് ഫാമിലിയിലുള്ള. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് സെയിം 2021 അതേ ക്വസ്റ്റ്യൻ. എന്താണ് ഹെർബേറിയം ടെക്നിക്കും അതിൻ്റെ സിഗ്നിഫിക്കൻസും. മെൻഷൻ 2 മേജർ ഹെർബേറിയ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഹെർബേറിയാസിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇത് സി സെക്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ ആണ്. ബി സെക്ഷനിൽ 4 ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, സെയിം ക്വസ്റ്റ്യൻ. എ സെക്ഷനിൽ 6 ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേ ക്വസ്റ്റ്യൻ, അതേ നമ്പർ പോലും മാറ്റാതെ അതേപോലെ മാറ്റിയിട്ടുണ്ട്, അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പം ചില സമയങ്ങളിൽ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റ് ചെയ്യാം, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.